വാട്ടി വെച്ച വാഴൻ്റില കണ്ടപ്പം തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്നറിയില്ല, പൊതിച്ചോറ് കഴിക്കാനൊരു കൊതി. പൊതിച്ചോറിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ചോറാണല്ലോ. അതുകൊണ്ട് നല്ല ചൂട് പറക്കുന്ന ചോറുണ്ട്. പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നല്ല ഞണ്ടുമായിരുന്നു, നല്ല കാമ്പൊക്കെയുള്ള. പിന്നെ മത്തി മുളകിട്ട് വെച്ചതാണേ. നല്ല പുളി ഒഴിച്ച് മുളകിട്ട് വെച്ച മത്തിക്കറിയായിരുന്നു. പിന്നെ 2-3-4 കഷ്ണം ചിക്കൻ പൊരിച്ചതും പിന്നെ മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. ചിക്കൻ വീട്ടിലുള്ളത് എടുത്തിട്ട് വറുത്തതാണേ. പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ കുറച്ച് പയറുപ്പേരി. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പയർ, അപ്പോൾ അതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അച്ഛന് കയ്പ്പക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ തേങ്ങാ ചമ്മന്തി. അത് പൊതിച്ചോറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ. ഇത്രയും വിഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് പൊതി കെട്ടാൻ പോകുന്നത്. ഇലയിലേക്ക് ആദ്യം തന്നെ നല്ല ആവി പറക്കുന്ന ചോറാണ് ഇടുന്നത്. ഇലയിലായതുകൊണ്ട് അളവ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, പ്ലേറ്റിലിട്ട് കഴിച്ചിട്ടേ. അങ്ങനെ എനിക്ക് അത്യാവശ്യം വേണ്ട ചോറ് ഞാൻ ഇലയിലേക്ക് ഇടുന്നുണ്ട്. ഇത് എനിക്ക് വേണ്ടിയിട്ട് തന്നെ കെട്ടുന്നതാണ്. ഓരോ വീഡിയോ കണ്ട് കൊതി മൂത്ത് കെട്ടുകയാണ്. പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി ചെറിയൊരു ഉണ്ടയാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ തേങ്ങാ ചമ്മന്തിയാണ് വെക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ വറുത്തതും പിന്നെ മീൻ വറുത്തതും വെക്കുന്നുണ്ട്. ഇത് കണ്ണനയിലയാണേ. അതും ഒരു കഷ്ണം മത്തി വറുത്തതും വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വെക്കുന്നത് പയറുപ്പേരിയാണ്. അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെങ്കിൽ ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. പിന്നെ മുളകിട്ട മത്തിക്കറി ഒഴിക്കുന്നുണ്ട്. ചാറ് കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പൊതി കെട്ടുന്നതിൻ്റെ മുന്നേ തന്നെ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ് വെക്കുന്നത്. നല്ല ഞണ്ടായിരുന്നേ. ചില ഞണ്ട് വലുപ്പം ഉണ്ടെങ്കിലും അതിൽ കാമ്പുണ്ടാവില്ല. ഇതിൽ നല്ല കാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലുതായിരുന്നില്ല, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല കാമ്പുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ അവസാനം. ഇനി നമുക്കിത് പൊതിഞ്ഞെടുത്ത് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം കഴിക്കാം. ഞാനൊരു 10:30 ആയപ്പം പൊതി കെട്ടിയിട്ട് 3:30 ആയപ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെ പൊതിച്ചോറ് തുറന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ മിക്സാക്കി കഴിക്കുകയാണ്. ചമ്മന്തിയും ഞണ്ടും മീൻ വറുത്തതും എല്ലാം മിക്സാക്കുന്നുണ്ട്. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. നല്ല